നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റ ദിവസമാണ്. പക്ഷെ അതേസമയം യുണൈറ്റഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആൻ്റണി തൻ്റെ ഡെബ്യൂ ലലീഗയിൽ നടത്തുകയുണ്ടായി. വെറും ഡെബ്യൂ അല്ല, MVP അവാർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഒരു കിടിലൻ ഡെബ്യൂ തന്നെ ആൻ്റണി നടത്തിയിരിക്കുന്നു. റയൽ ബെറ്റീസ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇസ്കോയുടെ ഗോളിന് പുറകിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ ഡിനായ് ചെയ്യുന്നു. പിന്നെ റീബൗണ്ടിൽ നിന്നാണ് ആ ഒരു ഗോള് ഇസ്കോ നേടുന്നത്. അങ്ങനെ ആൻ്റണി മികച്ച ഇൻവോൾവ്മെൻറ്റ് നടത്തിയൊരു മത്സരം, ഒരു ഡ്രീം സ്റ്റാർട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബെറ്റീസ് കരിയറിനുണ്ടായിരിക്കുന്നു. 2-2 സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. 15-ാമത്തെ മിനിറ്റിലായിരുന്നു ഇസ്കോയുടെ ഗോൾ വന്നത്. ഏതായാലും ആൻ്റണിയുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ sofascore.com നൽകിയിരിക്കുന്ന റേറ്റിംഗ് 7ആണ്. 72 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്. അദ്ദേഹം 40 ടച്ചുകൾ നടത്തുകയുണ്ടായി. 24 പാസുകൾ, 20 ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ 83% പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ, ഒരു ക്രോസ്, അത് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തി. 2 ലോങ് ബോളുകൾ, രണ്ടും കൃത്യമായി ലക്ഷ്യത്തിലേക്കെത്തി. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്. അതുപോലെ തന്നെ 6 ഗ്രൗണ്ട് ഡ്യുവൽസ് ഉണ്ടായിരുന്നു, ഒരു ഏരിയൽ ഡ്യുവല്, ഒരു ടാക്കിൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പം കളിയിൽ ടീമിന് വേണ്ട വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ആദ്യ കളിയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തൻ്റെ കരിയർ റിവൈവ് ചെയ്യാനുള്ള സുവർണാവസരമാണ്. അത് അദ്ദേഹം ആദ്യ സ്റ്റെപ്പിൽ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.